അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ ഫാമിലിയെ കാത്ത് അതാ അവിടെയുള്ള കൊട്ടാരത്തിലെ അറബികളെല്ലാം കാത്തിരിക്കുകയാണ്. അന്ന് പുലർച്ചെ ഫ്ലൈറ്റ് ഇറങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ആ പറഞ്ഞ സമയമായപ്പോഴേക്കും അതാ ഷെഫി ഉസ്താദും സെയ്ഫ് അറബിയും വലിയ വാഹനങ്ങളുമായി അവരെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതെ, തൻ്റെ നിക്കാഹിന് വേണ്ടി തൻ്റെ പൊന്നുമ്മയും തൻ്റെ കുടുംബാംഗങ്ങളും വരികയാണല്ലോ. റബ്ബേ, ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം. ആ വലിയ വാഹനത്തിൽ അവരെല്ലാവരും പുറപ്പെട്ടു. ഷെഫി, ഇതിൽ കൊള്ളുമോ അവരെ? മാഷാ അല്ലാ, ഇതിൽ കൊള്ളാതെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വാഹനമാണല്ലോ. അഥവാ ഇനി തികഞ്ഞില്ല എങ്കിൽ തന്നെ നമുക്ക് വേറെ വിളിക്കുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് എയർപോർട്ടിൽ. ഷെഫി ഉസ്താദിൻ്റെ ഫാമിലിയെയും നാട്ടുകാരെയും കാത്തിരുന്നുകൊണ്ട്. എന്നാൽ ആരോ പറഞ്ഞു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഷെഫി ഉസ്താദിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയെ വീണ്ടും കാണുവാൻ അവസരം. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദിൻ്റെ ഫാമിലി, എൻ്റെ പ്രിയപ്പെട്ട സക്കീർ ഉസ്താദ്, അവരുടെ ഫാമിലി. അല്ലാ, മാഷാ അല്ലാ. അങ്ങനെ അതാ ഫ്ലൈറ്റ് ഇറങ്ങി അവരെല്ലാവരും വരികയാണ്. സെയ്ഫ് അറബിയും ഷെഫി ഉസ്താദും അവരെ സ്വീകരിച്ചു. മാഷാ അല്ലാ. എല്ലാവരും അതാ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നു. ആണുങ്ങളൊക്കെ. തൻ്റെ പൊന്നുമ്മയെ കണ്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഉമ്മ, അതെ, തൻ്റെ നിക്കാഹിന് വേണ്ടി അതാ നാട്ടിൽ നിന്ന് തൻ്റെ പൊന്നുമ്മ വന്നിരിക്കുന്നു കുടുംബങ്ങളോടൊപ്പം. എല്ലാവരോടും ഷെഫി ഉസ്താദ് സലാം പറഞ്ഞു. സെയ്ഫ് അറബിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അതെ, ഉസ്താദിൻ്റെ മരുമകനെ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മാഷാ അല്ലാ ഉസ്താദെ, നിങ്ങൾ മരുമകനാണല്ലേ? സെയ്ഫ് അറബിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അതെ, സെയ്ഫ് അറബിയും ഫർസാനയുടെ പിതാവും അതാ സലാം പറഞ്ഞു കെട്ടിപ്പിടിച്ചു. അതെ, പെട്ടെന്ന് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവർ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. സ്നേഹത്തോടെ അവരെ എല്ലാവരെയും സെയ്ഫ് അറബിയും ഷെഫി ഉസ്താദും സ്വീകരിച്ചു. വാഹനത്തിലേക്ക് ആനയിച്ചു. എന്നാൽ ആ സമയം തന്നെ അവർക്ക് ഭക്ഷിക്കുവാനുള്ള ഫുഡ് കരുതിയിരുന്നു. അതവർക്ക് കൊടുത്തു. വെള്ളവും എന്തോ സ്പെഷ്യൽ ഫുഡും അവരത് കഴിച്ചു. ഇൻഷാ അല്ലാ, നമുക്കൊന്നും കൂടി ഉഷാറായിട്ട് എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ട് കഴിക്കാം കേട്ടോ മോനെ, കുഴപ്പമൊന്നുമില്ല. അതെ, സക്കീർ ഉസ്താദ് ഷെഫി ഉസ്താദിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഷെഫി, ഞാൻ പറഞ്ഞില്ലേ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അവൾ പോകണമെങ്കിൽ പോട്ടെ, പക്ഷെ അതിനേക്കാളും നല്ല റാഹത്തുള്ള ഒരു പെൺകുട്ടിയാണല്ലോ നിനക്ക് ലഭിക്കുന്നത്. മാഷാ അല്ലാ ഷെഫി, നീ എത്ര ഭാഗ്യവാനാണടാ. നീ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് പടച്ചറബ് നിനക്ക് നൽകുന്നതാണടാ ഈ ഭാഗ്യമെല്ലാം. അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല സംഭാഷണങ്ങൾ പങ്കുവച്ചു. അതെ, ആ വലിയ വാഹനത്തിൽ അവരെ എല്ലാവരെയും കൊള്ളുന്നുണ്ടായിരുന്നു. അതെ, ശരിക്കും അവരെല്ലാവരും നല്ല റാഹത്തോടു കൂടി അതാ അറബിയുടെ ആ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗൾഫ് കാണാത്ത പലരും ശരിക്കും ആകാംക്ഷയോടെ അവിടെയെല്ലാം അത് നോക്കുന്നുണ്ട്. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മക്കും അമ്മായിക്കും അതുപോലെ ഉസ്താദിനും ഫാമിലിക്കും പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഗൾഫ് യാത്ര അത് അവർക്ക് വളരെയധികം ഇഷ്ടമുള്ളതാക്കി. ഉസ്താദ് പറഞ്ഞു, പൊന്നു മോനെ ഷെഫി, എൻ്റെ പ്രാർത്ഥനയുണ്ടാകും കൂടെ. അതെ, എൻ്റെ മകൾക്ക് വേണ്ടി സെയ്ഫ് അറബിയെ നിക്കാഹ് കഴിപ്പിക്കുവാൻ നീ നേതൃത്വം നൽകിയപ്പോഴും പൊന്നു മോനെ, നീ നിൻ്റെ കാര്യമൊന്നും ആലോചിച്ചില്ല. ഞാൻ ആ നിമിഷം തന്നെ ദുആ ചെയ്തു, റബ്ബേ, എൻ്റെ പൊന്നു മോൻക്ക് ഹൈറായൊരു ഇണയെ നീ നൽകു റഹ്മാനെ എന്നുള്ളത്. കണ്ടില്ലേ, പടച്ച റബ്ബ് ഇത്ര പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെ അതാ അവരെല്ലാവരും കൂടെ നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ശരിക്കും ഷെഫി ഉസ്താദ് നിൽക്കുന്ന ആ ഒരു അറബി വീട് കണ്ടപ്പോൾ കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി. മാഷാ അല്ലാ. സക്കീർ ഉസ്താദ് പറഞ്ഞു, അല്ല, നീ ഇത്രയും വലിയ കൊട്ടാരത്തിലായിരുന്നോ? മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ അത് ഷെഫി ഉസ്താദിൻ്റെ ഫാമിലിയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും നല്ല രീതിയിൽ അതാ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണമെല്ലാം നൽകി. എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു. അവർക്കെല്ലാം ഫ്രഷ് ആകാനുള്ള റൂമും കാര്യങ്ങളും എല്ലാം അറബി അവിടെ ഒരുക്കിയിരുന്നു. അതെ, ഷെഫി ഉസ്താദ് തൻ്റെ മരുമകൻ്റെ ഫാമിലിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും അവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ്.
എന്നാൽ ആ കൂട്ടത്തിൽ അതാ സീരത്തിൻ്റെ ആങ്ങളയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഉള്ളൊന്ന് പിടച്ചു. റബ്ബേ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അവളുടെ മുഖം എടുത്തു വെച്ച പോലെ. എനിക്ക് പഠിച്ചവനെ എന്തപ്പോൾ ചെയ്യുക? വിധി അങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാൻ. എങ്കിലും അവൻ വന്നത് നോക്കിയാൽ ആലോചിച്ചപ്പോൾ ഷെഫി ഉസ്താദിന് സങ്കടമാണ് വന്നത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദര, അളിയ, എനിക്ക് അങ്ങ് എന്നും അളിയനെ പോലെ തന്നെയാണ്. ഒരിക്കൽ പോലും അങ്ങ് ആ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാലും ഒരിക്കലും ഞങ്ങളെ മറക്കരുത് കേട്ടോ. കാരണം ഉമ്മയും ഉപ്പയുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ഉമ്മയും ഉപ്പയും ഞാനും എൻ്റെ പെങ്ങളല്ലേ വഴിതെറ്റിപ്പോയത്. അത് സാരല്ല. പഠിച്ചവനെ ഹിദായത്ത് കൊടുക്കാൻ നൽകിയവർക്കല്ലേ കൊടുക്കുള്ളൂ, എല്ലാവർക്കും കൊടുക്കൂലല്ലോ. എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ ജീവിതം റാഹത്തായിട്ട് കഴിയട്ടെ. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ആഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരു പെണ്ണിനെ പെട്ടെന്ന് വേണമെന്ന്. അവൾ അങ്ങനെ ചെയ്തതിന് ഫലമായിട്ട് അതാ പെട്ടെന്ന് ഷെഫി ഉസ്താദ് കല്യാണം കഴിക്കണം എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാവരെയും സ്വീകരിച്ചിരുത്തി എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഫ്രഷ് ആകാനുള്ളവർക്കെല്ലാം എല്ലാ റൂമും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുത്തു. എന്നാൽ പലരും ഫ്രഷ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. ശരിക്കും ആ കൊട്ടാരത്തിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. മാഷാ അല്ലാ. എന്നാലും ആ കൊച്ചു കുടിലിൽ ജനിച്ച ആ ഷെഫി ഉസ്താദ് ഇത്രയും വലിയ കൊട്ടാരത്തിലെ മരുമകനാകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അവിടെ വന്നവരെല്ലാം അല്പസമയം വിശ്രമിക്കുവാൻ വേണ്ടി പോയി. ബാക്കിയുള്ളവരെല്ലാം കൊട്ടാരവും അതിനുള്ള പരിസരങ്ങളും കാര്യങ്ങളുമെല്ലാം കാണുവാൻ പോയി. തികച്ചും മനോഹരമായ രീതിയിലുള്ള ഒരു പാലസായിരുന്നു അത്. ഷെഫി, നിൻ്റെ ഭാഗ്യം. ഹേയ്, ഞാൻ അത്രയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ചിന്തയില്ലായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു നിനക്ക് ഇതെല്ലാം നൽകിയത്. പിന്നെ പലർക്കും മണവാട്ടിയെ കാണണം എന്ന് ആഗ്രഹമായി. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ നിസ്കരിച്ച് ദ്വാ ചെയ്തു. അപ്പോഴേക്കും ഗദ്ദാമ്മ അങ്ങോട്ട് വന്നു അവരെയെല്ലാം സ്വീകരിച്ചു. വരൂ, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് ഗദ്ദാമ്മയും തന്നെ നല്ലൊരു ഗദ്ദാമ്മ തന്നെ. വളരെയധികം സ്നേഹത്തോടു കൂടി ഗദ്ദാമ്മ അവരെയെല്ലാം സ്വീകരിച്ചിരുത്തുകയാണ്. അതെ, ഷെഫി ഉസ്താദിൻ്റെ അല്ല, സഹറ ബത്തൂലിൻ്റെ കൊട്ടാരം അതാ വർണ്ണാഭമായി ഒരുങ്ങിയിരിക്കുകയാണ്. വളരെയധികം മനോഹരമായ രീതിയിൽ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. തൻ്റെ അറബിയുടെ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹാണ്. ആ നിക്കാഹിന് ഒട്ടും മോശം വരരുത് എന്നായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ അതാ ആ കൊട്ടാരത്തിൽ സന്തോഷ നിമിഷങ്ങൾ അലയടിക്കുകയാണ്. അതെ, പുതുമണവാളനായി ഷെഫി ഉസ്താദും പുതുമണവാട്ടിയായി സഹറ ബത്തൂലും കടന്നു വരുമ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തിലേക്കായിരുന്നു നോക്കിയിരുന്നത്. മാഷാ അല്ലാ, ശരിക്കും ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, നല്ലൊരു സൗന്ദര്യം കാണുവാൻ. അങ്ങനെ അതാ നിക്കാഹ് കർമ്മത്തിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. എന്നാൽ അവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും പറയില്ല കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന്. എല്ലാവരും മണവാട്ടിയെ കണ്ട് സന്തോഷിച്ചു. ഇനി അടുത്തത് നിക്കാഹ് കർമ്മമാണ്. അതിനുവേണ്ടി അതാ അറബിയുടെ കൊട്ടാരം ഒരുങ്ങിക്കഴിഞ്ഞു. ബത്തൂലിൻ്റെയും ഷെഫി ഉസ്താദിൻ്റെയും ആ മനോഹരമായ നിക്കാഹിൽ പങ്കുചേരാൻ അവിടെയുള്ള ആളുകളെല്ലാം എത്തിയിരുന്നു. ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള മനോഹരമായൊരു കല്യാണം. അങ്ങനെ അതാ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെയും നമ്മുടെ സഹറ ബത്തൂലിൻ്റെയും വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് വന്നവരെയെല്ലാം നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്ത് വിശാലമായ പന്തലിലായിരുന്നു നിക്കാഹ് കർമ്മം നടക്കുവാൻ നിൽക്കുന്നത്. ആ സുന്ദര നിമിഷങ്ങൾക്ക് വേണ്ടി അവിടെയുള്ളവരെല്ലാം കാത്തിരിക്കുകയാണ്. അതെ, ഷെഫി ഉസ്താദിൻ്റെയും സഹർ ബത്തൂലിൻ്റെയും കാത്തിരുന്ന നിക്കാഹിന് വേണ്ടി നമുക്കും കാതോർക്കാം. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.